ഒന്നുമില്ല എന്താ കോത്തുകുട്ടിയിലാണ് അവിടെ മരിക്കുമ്പോൾ ചെങ്ങായിമാരെ പെരും മഴയാണ് ചന്തയിൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് കുഴൽമന്നം ചന്തയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചന്തകളിൽ ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ കുഴൽമന്നം പോലീസ് സ്റ്റേഷന് നേരെ എതിർവശമായിട്ട് ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിക്കാറുള്ളത്. വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ കന്നുകാലികളൊക്കെ വന്നു തുടങ്ങും. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയൊക്കെ കച്ചവടം നല്ല രീതിയിൽ നടക്കും. ശനിയാഴ്ച പുലർച്ചെ 5 മണി 5:30 മുതലൊക്കെ ഒരുപാട് ആളുകൾ മേടിക്കാനും ഒരുപാട് ആളുകൾ കന്നുകളെ കൊണ്ടൊക്കെ വരുന്ന നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന വലിയൊരു ചന്തയാണ് കുഴൽമന്നം ചന്ത. ഈ ആഴ്ച വന്നിട്ടുള്ള കന്നുകാലികളെയും അതിന്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. ഇവിടെ ഈ ഭാഗത്ത് 4 പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത അടിപൊളി 4 കുട്ടികളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. കാണുമ്പോൾ ആര് കണ്ടാലും മേടിക്കുന്ന രീതിയിലുള്ള, ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വളരുന്ന 4 പോത്തിൻകുട്ടികളാണ്. ഈ കാണുന്ന പോത്തിൻകുട്ടികൾ 32,000 മീനിയാണ് ചന്തയിൽ ചോദിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്ത് ചോദിച്ചു നോക്കാം. അവരുടെ വില പറയും, നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്ത് എടുക്കണം. അതാണ് ചന്തകളിലെ ഒരു രീതി. ഈ കാണുന്ന പോത്തിൻകുട്ടികൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ചെറിയ ന്യൂനതകളുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന കുട്ടികളെ എടുക്കാതിരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വളർച്ചയ്ക്ക് അല്ലെങ്കിൽ വളർച്ചയെ ബാധിക്കുന്ന രീതിയിലുള്ള ന്യൂനതകളൊന്നുമല്ല. പക്ഷെ വിൽക്കുന്ന സമയത്ത് കച്ചവടക്കാർ 5,000 10,000 ഒക്കെ ഈ കാണുന്ന ന്യൂനതകളൊക്കെ വെച്ചിട്ട് അവർ വില കുറച്ചിട്ടാണ് എടുക്കുള്ളൂ. പ്രത്യേകിച്ച് പെരുന്നാളിനൊന്നും ഇതുപോലുള്ള കന്നുകളൊന്നും വിറ്റ് പോകില്ല, ഇറച്ചിക്ക് തന്നെയാണ് പോകുള്ളൂ. ന്യൂനതകൾ എന്താണെന്ന് വെച്ചാൽ ഒന്നിൻ്റെ ചെവി കീറിയിട്ടുണ്ട്, ഒന്നിൻ്റെ വാല് പൊട്ടിയിട്ടുണ്ട്, ഒന്നിന് ചെറുതായിട്ട് വെള്ളപ്പാണ്ട് അവിടെയും ഇവിടെയൊക്കെ ഒരു ചെറിയ വെള്ള ഷെയ്ഡിങ് ഉണ്ട്. അതേപോലെ ഒരെണ്ണത്തിൻ്റെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. മറ്റ് കന്നുകളുടെ കൊമ്പ് തട്ടിയിട്ടാണോ ഇനി അടിക്കുമ്പോൾ വടി തട്ടിയതാണോ എന്നറിയില്ല, കണ്ണ് ഡെത്തായി പോയിട്ടുണ്ട്. അത് ഇനി നേരാവും തോന്നുന്നില്ല. അങ്ങനത്തെ ന്യൂനതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന പോത്തിൻകുട്ടികളെ മേടിക്കാതിരുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറച്ച് വളർത്ത് മൂരിക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഈ കാണുന്ന ബ്ലാക്ക് കുട്ടി അത്യാവശ്യം ക്വാളിറ്റിയുള്ളൊരു കുട്ടിയാണ്. അതിൻ്റെ മഴ കൊണ്ടിട്ടുള്ള ഒരു ക്ഷീണമല്ല ഇനി കാണുന്നത്, എന്തോ ഒരു പന്തികേട് തോന്നി, അതാണ് നമ്മളിതിന് മേടിക്കാതിരുന്നത്. 18,000 രൂപയാണ് ചോദിച്ച വില. വിലപ്പാകുണ്ട്, പക്ഷേ അത് ഇപ്പോഴത്തെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18,000 അധികമൊന്നുമില്ല. ബാർഗെയിൻ ചെയ്താൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും ചെയ്യും. പക്ഷെ അതിനൊരു പന്തികേട്, ഒരു ഉഷാറ് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മളിതിനെ മേടിക്കാൻ നിന്നില്ല. മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മേടിച്ചാൽ ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ നടക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അതിനും മേടിച്ചില്ല. അതേപോലെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിലുള്ള ചെറിയ മൂരിക്കുട്ടികൾ, ആ വെള്ള നിറത്തിൽ കാണുന്ന മൂരിക്കുട്ടികളൊക്കെ ഏകദേശം 25 രൂപ 26 രൂപ റേഞ്ചൊക്കെയാണ് വില ചോദിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള മൂരിക്കുട്ടികളാണ്. 25-26 റേഞ്ച് വില ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളുണ്ടാവും. അതേപോലെ ഇവിടെ കാങ്കേയത്തിൻ്റെ ബ്രീഡപ്പെട്ടുള്ള 2 കാളകളെ കെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ 38 രൂപ മുതൽ 45 രൂപ വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള മൂരിക്കുട്ടികളാണ്. കാങ്കേയത്തിൻ്റെ ഒക്കെ ഒരു ബ്രീഡാണ്. ഇനിയും വളരാനൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 1.5-2 വയസ്സൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള 2 കാളക്കുട്ടികളാണ്. ഇനിയും വളരാനൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇത് രാവിലെ നേരത്തെ ആളുകൾ മേടിച്ച് കെട്ടിയിട്ടുള്ള കന്നുകളാണ്. ഇതൊക്കെ മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് കച്ചവടക്കാർ മേടിക്കുന്നതാണ്. ഇതൊക്കെ പാലക്കാട് ജില്ലയിൽ നിന്നും മേടിച്ചിട്ട് ഒരുപാട് ആളുകൾ മലപ്പുറത്ത് കൊണ്ടുപോയി മഞ്ചേരി ചന്തയിൽ, അതേപോലെ തൃശ്ശൂർ ചന്തകളിൽ, അങ്ങനെ പല ചന്തകളിലും കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ട്. ഒരുപാട് കച്ചവടക്കാർ മേടിച്ചിട്ട് പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുനിന്നും കുഴൽമന്നത്തു നിന്നൊക്കെ കച്ചവടക്കാർ മേടിച്ചിട്ട്
മറ്റ് ജില്ലകളിലുള്ള ചന്തകളിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാറുണ്ട്. അങ്ങനെ മേടിച്ച് കെട്ടിയിട്ടുള്ള കന്നുകളെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് രണ്ട് വലിയ കാളകളെ കെട്ടിയിട്ടുണ്ട്. സവാരി വണ്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള രണ്ട് വലിയ കാളകളാണ്. ഈ കാണുന്ന കാളകൾക്കൊക്കെ ഏകദേശം ഒരു 90 രൂപ മുതൽ 1,01,10 വരെയൊക്കെ ചോദിക്കുന്ന രീതിയിലുള്ള വലിയ കാളകളാണ്. ഇറച്ചി ആവശ്യത്തിനാണ് പോകുള്ളൂ. ആദ്യമൊക്കെ സവാരി വണ്ടികൾക്കൊക്കെ പോയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ഭാഗത്തൊന്നും സവാരി വണ്ടികൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇവിടെ രണ്ട് മൂരിക്കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. ചന്തയിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ. 20-22 ആ റേഞ്ചൊക്കെയാണ് ചന്തയിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ ചോദിച്ച വില. ഒരുപാട് പശുക്കളും ഇന്ന് ചന്തയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ജേഴ്സി ക്രോസ്, HF ക്രോസ് ഒക്കെ ബ്രീഡപ്പെട്ടിട്ടുള്ള ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ കറവയുള്ള പശുക്കളും കറവ വറ്റിയിട്ടുള്ള പശുക്കളൊക്കെയാണ് ഈ കാണുന്നത്. ഫാമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണ്. വലിയ അളവിൽ പാല് കിട്ടുമ്പോഴാണ് അത് ഫാമുകളിൽ അവർ നിർത്തുള്ളൂ. പാലിന്റെ അളവ് കുറയുമ്പോൾ അവർ വിൽപ്പന ചെയ്യും. അങ്ങനെ കൊണ്ടുവരുന്ന ഫാമുകളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പശുക്കളെയാണ് അവിടെ ആ ഭാഗത്ത് കണ്ടത്. ഇവിടെ ഈ ഭാഗത്ത് രണ്ട് കന്നുകളെ പിടിച്ചിട്ടുണ്ടായില്ല. കറുപ്പ് മൂരിക്കുട്ടി അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. 26,000 രൂപയാണ് അവർ ചോദിക്കുന്ന വില. നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്ത് നോക്കി. അവർ 21 രൂപക്ക് ചോദിച്ചിരിക്കണു. അതിൽ താഴെ ഇനി കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന്റെ മുകളിൽ ചോദിച്ചിട്ട് എടുക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന കന്നിനെ എടുത്തിട്ടില്ല. ഒരുപാട് പശുക്കളെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫാമുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പശുക്കളാണ്. ആ വലിയ പശുക്കളൊക്കെ കാണുന്നത്. ഇതൊക്കെ ചെറിയ പശുക്കളാണ്. ഇതൊക്കെ തമിഴ്നാട് ആ ഭാഗങ്ങളിലൊക്കെ കൊണ്ടുവരുന്നതാണ്. കർഷകരുടെ അടുത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കന്നുകളാണ് ആ ചെറിയ കന്നുകളെ കണ്ടിട്ടുള്ളത്. ഈ വലിയ പശുക്കളൊക്കെ ഫാമുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള പശുക്കളാണ്. ചെന പിടിക്കാത്തതും കറവ വറ്റാറായതൊക്കെ ആയിട്ട് അവർ ഫാമുകളിൽ നിന്ന് ഒഴിവാക്കുന്ന പശുക്കളാണ്. അതേപോലെയുള്ള പശുക്കളൊക്കെ ഏകദേശം 50 രൂപ മുതൽ 80-85 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പശുക്കളാണ്. നല്ല രീതിയിൽ മീറ്റും കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഇവിടെ ഈ ഭാഗത്ത് 2-3 മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അതിൽ ആദ്യം നിൽക്കുന്ന മൂരിക്കുട്ടിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 18-20 ആ റേഞ്ചൊക്കെയാണ് വില ചോദിച്ചത്. ഇവിടെ ഈ ഭാഗത്ത് ഗിയറിന്റെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പശുവും കുട്ടിയുണ്ട്. കുട്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പാൽക്കുട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മേടിക്കാതിരുന്നത്. അതിനെ നമ്മളിപ്പോൾ കൊണ്ടുപോയാലും അതിന് പാല് കൊടുത്ത് കുപ്പിപ്പാലൊക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇപ്പോൾ ഉള്ള ഉഷാറൊന്നും ചിലപ്പോൾ വീട്ടിലെത്തിയേ കാണില്ല. തള്ളാനെയും കുട്ടിനെയും കൂടി കൊണ്ടുപോകുകയാണെങ്കിൽ കുഴപ്പമില്ല. കുട്ടിനെ മാത്രം കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി കേടുവരും. ഇപ്പം ഏകദേശം ഒരു 3 മാസമൊക്കെ പ്രായം ആവുന്നതേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ തന്നെ ആ തള്ളയുടെ അടുത്തുനിന്ന് ആ കുട്ടിനെ കൊണ്ടുപോയാൽ ആ കുട്ടി കേടുവരും. രണ്ടിനെയും കൂടി കൊണ്ടുപോകണമെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കന്നുകളെ കെട്ടിയിട്ടുണ്ടായില്ല. ആ കൂട്ടത്തിൽ ആ ചുവന്ന മൂരിക്കുട്ടി അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണ്. ആ കാണുന്ന കുട്ടിക്കൊക്കെ 25-28 ആ റേഞ്ചൊക്കെയാണ് അവർ ചോദിക്കുന്ന വില. നമുക്ക് നമ്മുടെ വിലക്ക് ബാർഗൈൻ ചെയ്ത് ചോദിക്കാം. അവരുടെ വില പറയും. അവർ ചോദിക്കുന്ന വില 25-28 ആ റേഞ്ച് ചോദിക്കുന്നുണ്ട്. നമ്മളോടൊരു വില പറയും. വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ വേറൊരു വില പറയും. കച്ചവടക്കാരോടൊരു വില പറയും. അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് ഒരു വില പറയാത്തത്. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഓരോരോ വിലകളാണ് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പശുക്കളെ കെട്ടിയിട്ടുണ്ട്. ഒരുപാട് പശുക്കൾ വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. ഒരുപാട് കർഷകർ നേരിട്ടിട്ട് കച്ചവടക്കാരൊക്കെ കൊണ്ടുവരുന്ന കൂടുതലും പശുക്കൾ, കറവയുള്ള പശുക്കളും ചെനപിടിക്കാരായ പശുക്കളൊക്കെ കൂടുതലായിട്ട് വരുന്ന ഒരു ചന്തയാണ് കുഴൽമന്നം ചന്ത. ഈ ഭാഗത്ത് ചെറിയ തോതിൽ കറവയുള്ള പശുക്കളാണ്. ചിലതൊക്കെ 3-4 ലിറ്ററൊക്കെ പാല് കിട്ടുന്ന രീതിയിലുള്ള പശുക്കളാണ്. ഈ കാണുന്ന പശുക്കൾക്കൊക്കെ ഏകദേശം 40 രൂപ മുതൽ 60-65 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പശുക്കളാണ്. ബാർഗൈൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് മൂരിക്കുട്ടികളെ കെട്ടിയിട്ടുണ്ട്. അതിൽ ഈ അറ്റത്ത് നിൽക്കുന്ന ചുവന്ന കുട്ടിയെ നമുക്ക് എടുക്കണം എന്നുണ്ട്. ഈ കാണുന്ന കുട്ടിയെ 22,500 രൂപയാണ് വില ചോദിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ വിലക്ക് ചോദിക്കാൻ നിന്നില്ല. വില കേട്ടപ്പോൾ പിന്നെ കൂടുതലായിട്ട് അതിനെ ബാർഗൈൻ ചെയ്യാൻ നിന്നില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികളാണ്. ഈ കൂട്ടത്തിൽ കെട്ടിയതിൽ നമുക്ക് പറ്റിയൊരു കുട്ടിയാണ് ഈ കാണുന്ന കുട്ടി. 22,500 വില പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് വിലക്ക് ചോദിക്കാൻ നിന്നില്ല. ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. കൂടുതലും ആന്ധ്രാക്കുട്ടികളാണ്. എങ്കിലും ചെറിയ ചുരുണ്ട കൊമ്പുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമുള്ള വളർത്താൻ പറ്റിയ ലക്ഷണമൊത്ത കുട്ടികളൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ട് അഴിച്ചു പിടിച്ചിട്ട് പുറത്തുനിന്ന് നോക്കിയിട്ടൊക്കെ ബാർഗൈൻ ചെയ്തിട്ടൊക്കെ മേടിക്കുകയാണ്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 26,000 രൂപ മുതൽ 30 രൂപ 35 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ്. ചെറുതും വലുതൊക്കെ മിക്സ്ഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോന്നിന്റെ വലുപ്പത്തിനും ഓരോന്നിന്റെ ക്വാളിറ്റിക്കും ഓരോന്നിന്റെ ഭംഗിയൊക്കെ അനുസരിച്ചിട്ടാണ് ചന്തയിൽ വില പറയുന്നത്.
ഇവിടെ ഈ ഭാഗത്തും ഒരുപാട് പോത്തിൻകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഇതിലും ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് കെട്ടിയിട്ടുണ്ട്. ഏകദേശം 5 മാസം മുതൽ 1 വയസ്സ് 1.5 വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തിൻകുട്ടികൾ ഇതാ ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഇതിനേക്കാൾ വലിയ കുട്ടികളെ കുറച്ചുകൂടി അപ്പുറത്ത് മാറ്റി കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ള പോത്തിൻകുട്ടികൾക്കൊക്കെ ഏകദേശം 20,000 രൂപ മുതൽ 35 രൂപ വരെയൊക്കെയാണ് വില ചോദിക്കുന്നത്. ഈ ആഴ്ചത്തെ ചന്തയുടെ വീഡിയോ നമ്മൾ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ മാത്രമാണ് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്താനും മടിക്കണ്ട. ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തൊക്കെ കൂടെ കൂടുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.